Hello dear students, next we are going to discuss an important theorem from third module, Cayley's theorem, or otherwise there are n raised to n minus 2 labeled trees with n vertices. That is, we have a tree with n vertices and the number of labeled vertices will be n raised to n minus 2 if n is greater than or equal to 2. ഒരു ട്രീയിലെ നമ്പർ ഓഫ് വേർട്ടസസ് 2 ഓർ എബോവ് 2 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ലേബിൾ ട്രീസ് എന്ന് പറയുന്നത് n റേസ് ടു n മൈനസ് 2 ആയിരിക്കും. ഓക്കെ, സോ കൺസിഡർ എ ട്രീ വിത്ത് n വേർട്ടസസ് ആൻഡ് ദ വേർട്ടസസ് ആർ നെയിംഡ് ആസ് 1 2 3 അപ് ടു n. നമുക്കൊരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു ട്രീയിൽ n വേർട്ടസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേർട്ടസിനെ നമ്മൾ നെയിം ചെയ്യുന്നത് 1 2 3 അപ് ടു n വരെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 4 വേർട്ടസസ് ഉണ്ടെങ്കിൽ 1 2 3 4, 5 വേർട്ടസസ് ഉണ്ടെങ്കിൽ 1 2 3 4 5 എന്ന് ലേബിൾ ചെയ്തു. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് പെൻഡൻറ്റ് വേർട്ടെക്സിനെ റിമൂവ് ചെയ്യണം. പെൻഡൻറ്റ് വേർട്ടെക്സിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയുള്ള പെൻഡൻറ്റ് എഡ്ജും ഓർ ദ എഡ്ജ് ഇൻസിഡൻറ്റ് ഓൺ ദ പെൻഡൻറ്റ് വേർട്ടെക്സ് ഓൾസോ റിമൂവ്ഡ് അലോങ് വിത്ത് ദ പെൻഡൻറ്റ് വേർട്ടെക്സ്. ഓക്കെ, പെൻഡൻറ്റ് വേർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എഡ്ജും കൂടെ റിമൂവ് ആവും. ഇനി പെൻഡൻറ്റ് വേർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പെൻഡൻറ്റ് വേർട്ടസസ് കാണും. ഒരു ട്രീയിൽ അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വേർട്ടസസ് കാണും. ദാറ്റ് മീൻസ് 2 ഓർ എബോവ് പെൻഡൻറ്റ് വേർട്ടസസ് കാണും. അപ്പോൾ നമ്മളിവിടെ അറ്റ് വൺ ടൈം ഒരു പെൻഡൻറ്റ് വേർട്ടെക്സ് മാത്രമേ റിമൂവ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഓരോ വേർട്ടെക്സിനും ലേബിൾ കൊടുത്തിട്ടുണ്ട് ഫ്രം 1 2 3. അതിൽ പെൻഡൻറ്റ് വേർട്ടെക്സിൻ്റെ വാല്യൂസ് നോക്കുക. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ സ്മോളസ്റ്റ് ലേബലുള്ള പെൻഡൻറ്റ് വേർട്ടെക്സിനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. ആ പെൻഡൻറ്റ് വേർട്ടെക്സിനെ നമ്മൾ A1 റിമൂവ് ചെയ്യും. ദെൻ ആ പെൻഡൻറ്റ് വേർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ റിമൂവ് ആവുന്ന എഡ്ജിൻ്റെ അതർ എൻഡ് വേർട്ടെക്സിനെ നമ്മൾ B1 എന്നും റെപ്രസെൻറ്റ് ചെയ്തു. മനസ്സിലായി? നമ്മളൊരു പെൻഡൻറ്റ് വേർട്ടെക്സ് റിമൂവ് ചെയ്യും. ആ പെൻഡൻറ്റ് വേർട്ടെക്സിനെ A1 എന്ന് മീൻ ചെയ്യുന്നു, ലേബിൾ ചെയ്യുന്നു. ആ പെൻഡൻറ്റ് വേർട്ടെക്സിൻ്റെ കൂടെ നമ്മളൊരു എഡ്ജും കൂടെ റിമൂവ് ചെയ്യും. എഡ്ജും കൂടെ റിമൂവ് ചെയ്യുമ്പോൾ ആ എഡ്ജിൻ്റെ അതർ സൈഡിലുള്ള എൻഡ് വേർട്ടെക്സിനെ നമ്മൾ B1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ആ B1 വേർട്ടെക്സിനെ ഒരു സീക്വൻസിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ഹിയർ n equal to 4. That means 4 vertices. So the tree is labeled as 1 2 3 4. Okay, അപ്പോൾ ഇവിടുത്തെ രണ്ട് പെൻഡൻറ്റ് വേർട്ടസസ് എന്ന് പറയുന്നത് 1 ഉണ്ട് 4 ഉണ്ട്. അതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 1 ആണ്. സോ വി റിമൂവ് 1. എലോങ് വിത്ത് ദ 1 വി ഓൾസോ റിമൂവ്ഡ് ദ എഡ്ജ് 1 2. 1ഉം റിമൂവ് ചെയ്തു, എഡ്ജ് 1 2ഉം റിമൂവ് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ പെൻഡൻറ്റ് വേർട്ടെക്സ് വിത്ത് സ്മോളസ്റ്റ് വാല്യൂ ആണ് റിമൂവ് ചെയ്യേണ്ടത്. രണ്ട് പെൻഡൻറ്റ് വേർട്ടെക്സ് ഉണ്ട് 1 4. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ 1. സോ 1 എന്ന് പറയുന്ന പെൻഡൻറ്റ് വേർട്ടെക്സ് റിമൂവ് ചെയ്യണം. അതിൻ്റെ കൂടെ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എഡ്ജ് 1 2ഉം റിമൂവ് ചെയ്യണം. സോ ഹിയർ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യുന്ന പെൻഡൻറ്റ് വേർട്ടെക്സിനെ A1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ പെൻഡൻറ്റ് വേർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ റിമൂവ് ആവുന്ന എഡ്ജിൻ്റെ അതർ വേർട്ടെക്സ് ദാറ്റ് ഈസ് 2നെ നമ്മൾ B1 എന്നും റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ആ B1നെ നമ്മളൊരു സീക്വൻസിലോട്ട് ആഡ് ചെയ്യുവാണ് 2. ഓക്കെ, ദ റിമൈനിങ് ഗ്രാഫ് വിൽ ബി ദിസ്. അഗെയിൻ ദ പെൻഡൻറ്റ് വേർട്ടെക്സ് വിൽ ബി 2 and 4. അതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 2 ആണ്. സോ റിമൂവ് ദ എഡ്ജ് 2 3. സോ A2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ ഇവിടെ നമ്മൾ 2ഉം റിമൂവ് ചെയ്യുന്നുണ്ട്, 2 3 റിമൂവ് ചെയ്യുന്നുണ്ട്. സോ 2ൻ്റെ കൂടെ റിമൂവ് ചെയ്യുന്ന എഡ്ജിൻ്റെ അതർ സൈഡിലുള്ള വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ B2 ഈക്വൽ ടു 3. ആ 3യും കൂടെ നമ്മൾ സീക്വൻസിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് പെൻഡൻറ്റ് വേർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ വിൽ കണ്ടിന്യൂ അണ്ടിൽ ആൻ എഡ്ജ് ബിക്കംസ് ലെഫ്റ്റ്. ഒരു എഡ്ജ് മാത്രം നിൽക്കുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ട്രീയിൽ n വേർട്ടസസ് ഉണ്ടെങ്കിൽ ടോട്ടൽ n മൈനസ് 1 എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു എഡ്ജ് ഒഴിച്ച് ബാക്കി എല്ലാ എഡ്ജസും നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ n മൈനസ് 1 എഡ്ജസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ഒഴിച്ച് ബാക്കി എല്ലാം എന്ന് പറയുമ്പോൾ ടോട്ടൽ n മൈനസ് 2 എഡ്ജസ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. സോ n മൈനസ് 2 എഡ്ജസ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിമൂവൽ ഓഫ് പെൻഡൻറ്റ് വേർട്ടസസ് n മൈനസ് 2 സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് n മൈനസ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമുക്കിവിടെ ഒരു എഡ്ജ് മാത്രം റിമെയിൻ ചെയ്യുന്നത് വരെ ഈ പെൻഡൻറ്റ് വേർട്ടെക്സിന് റിമൂവൽ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ട്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ആ ട്രീയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് വിത്ത് n വേർട്ടസ് എന്ന് പറയുന്നത് n-1 ആണ്. അപ്പോൾ ടോട്ടൽ ഇത്ര എഡ്ജസ് ഉണ്ട്. അതിൽ ഒരു എഡ്ജ് ഒഴിച്ച് ബാക്കി എല്ലാ എഡ്ജും, അതായത് ഈ n-1 നിന്ന് ഒന്ന് ഒഴിച്ച് ബാക്കിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഒന്ന് പോയാൽ ബാക്കി എത്ര ഉണ്ട്? n-2 എഡ്ജസ്. അപ്പോൾ ഈ n-2 എഡ്ജസ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടുന്നത് യൂസിങ് ദ പ്രോസസ് ഓർ പ്രൊസീജിയർ. സോ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് n-2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും ആ എഡ്ജിൻ്റെ ഒരു സൈഡിലുള്ള പെൻഡൻറ്റ് വേർട്ടക്സ്, അതായത് A1 അല്ലെങ്കിൽ A2 എക്സെട്ര ആയിട്ട് നമ്മൾ ലേബിൾ ചെയ്യും. ദെൻ അതർ വേർട്ടക്സ്, പെൻഡൻറ്റ് വേർട്ടക്സ് അല്ലാത്ത വേർട്ടക്സിനെ നമ്മൾ B1 B2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ ഒരു സീക്വൻസിലോട്ട് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സീക്വൻസ് B1 B2 എന്ന സീക്വൻസിൽ എത്ര വേർട്ടസസ് കാണും? നമ്മൾ ടോട്ടൽ n-2 എഡ്ജസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും ആ എഡ്ജിൻ്റെ ഒരു വേർട്ടക്സ് ആണ് B1 B2 എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. സോ ആ ഒരു സീക്വൻസിൽ B1 B2 അപ് ടു Bn-2 വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു വേർട്ടസസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ടോട്ടൽ വേർട്ടസസ് എന്ന് പറയുന്നത് 4 ആണ്. ദെൻ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ നമുക്കിവിടെ ഒരു വേർട്ടക്സ് മാത്രം എന്ന് പറയുമ്പം, ഒരു എഡ്ജ് മാത്രം എന്ന് പറയുമ്പോൾ റിമൈനിങ് 2 എഡ്ജസിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും നമുക്കൊരു B കിട്ടും. സോ ഫസ്റ്റ് എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു B1 കിട്ടും, സെക്കൻഡ് എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു B2 കിട്ടും. സോ ദ സീക്വൻസ് വിൽ കൺസിസ്റ്റിംഗ് ഓഫ് B1 ആൻഡ് B2. B1 ആൻഡ് B2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും? ടോട്ടൽ n-2 വേർട്ടസസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ആണ് ഉണ്ടായിരുന്നു. n-2 വേർട്ടസസ് ആയിരിക്കും B1 B2 സീക്വൻസിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് ദ നമ്പർ ഓഫ് വേർട്ടസസ് will be labeled as 1 to up to n. Remove the pendant vertex and the edge incident on it having the smallest label, which is labeled as A1. Suppose that B1 was the adjacent to A1. Among the remaining n-1 vertices, let A2 be the pendant vertex with the smallest label. അപ്പോൾ നമ്മളത് ഫസ്റ്റ് റിമൂവലെല്ലാം കഴിഞ്ഞു, എഡ്ജും വേർട്ടക്സും റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റിമൈനിങ് വേർട്ടക്സിലുള്ള അടുത്ത പെൻഡൻറ്റ് വേർട്ടക്സ് എന്ന് പറയുന്നത് A2 ആയിട്ട് എടുക്കും, വിത്ത് സ്മോളസ്റ്റ് ലേബൽ. ഓരോ തവണ നമ്മൾ പെൻഡൻറ്റ് വേർട്ടക്സ് റിമൂവ് ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ പെൻഡൻറ്റ് വേർട്ടക്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഉള്ളതായിരിക്കും റിമൂവ് ചെയ്യുന്നത്. ആ വേർട്ടക്സിന് നമ്മൾ A1 A2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് പോകും. Okay, so among the remaining n-1 vertices, let A2 be the pendant vertices with smallest label and B2 be the vertex adjacent to A2. അതായത് A2 ഉള്ള പെൻഡൻറ്റ് വേർട്ടക്സ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ A2ൻ്റെ കൂടെ ഒരു എഡ്ജും കൂടെ റിമൂവ് ആയപ്പോൾ ആ എഡ്ജിൻ്റെ അതർ സൈഡിലുള്ള ആളെ B2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. And this operation is repeated on the remaining n-2 vertices and so on. This process is terminated after n-2 steps. n-2 steps complete here means it only left only 2 vertices or say single edge. Okay, then the tree T defines the sequence B1 B2 up to Bn-2. നമ്മൾ ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും കിട്ടുന്ന പെൻഡൻറ്റ് വേർട്ടക്സ് അല്ലാത്ത വേർട്ടക്സിനെ ഒരു സീക്വൻസിലോട്ട് ആഡ് ചെയ്യും. B1 B2 എന്ന് പറഞ്ഞ് അതിന് നമുക്ക് ഒരു സീക്വൻസ് ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത എക്സാമ്പിൾ അനുസരിച്ച് 2 3 എന്ന് പറഞ്ഞൊരു സീക്വൻസ് യൂണിക്കായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതുവരെ ചെയ്തു. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് ഒരു ട്രീയിൽ നിന്ന് നമുക്കൊരു സീക്വൻസ് കിട്ടി. അപ്പോൾ n ആണ് നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടെങ്കിൽ n-2 വാല്യൂസ് ഉള്ള ഒരു സീക്വൻസ് കിട്ടി. അതായത് ഇവിടെ n-ൻ്റെ വാല്യൂ 4 ആണെങ്കിൽ n-2 എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് ഉള്ള ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ആയിട്ട് നമ്മളൊരു ട്രീയിൽ നിന്നാണ് ഈ സീക്വൻസ് കിട്ടിയതെങ്കിൽ ഈ സീക്വൻസിൽ നിന്ന് നമ്മൾ ആ ട്രീ റീകൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, that is conversely we are given with a sequence of n-2 labels and n vertex tree can be constructed uniquely as follows. നമുക്കൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. For that we have to determining the first number in the sequence 1 2 3 up to n that does not appear in the sequence B1 B2 up to Bn-2. അതായത് നമ്മളിവിടെ ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് നമുക്ക് ആ വേർട്ടിസസിനെ എല്ലാം കൂടി ലേബിൾ ചെയ്യുന്ന ഒരു സീക്വൻസ് കാണും. ടോട്ടൽ 4 വേർട്ടിസസ് ആണെങ്കിൽ 1 2 3 4 എന്നൊരു സീക്വൻസ് ഉണ്ട്. ഇനി നമുക്കിവിടെ കിട്ടിയ ആദ്യത്തെ പ്രൊസീജിയർ ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയ B1 B2 എന്ന സീക്വൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 3 ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടുന്നത് ഈ 1 2 3 4 ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെ ലേബിളാണ് ആ സീക്വൻസിലും, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സീക്വൻസ്. ദെൻ ഈ സെക്കൻഡ് B1 B2 എന്ന് പറഞ്ഞ സീക്വൻസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്ത ആ ഒരു സീക്വൻസിലും ഇല്ലാത്ത ലീസ്റ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കണം.
അതായത് രണ്ടിടത്തും 2 3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് അല്ലേ, 2 3 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂ ഉണ്ട്. ഈ സെക്കൻഡിലും ഫസ്റ്റിലുമായിട്ട് ഇല്ലാത്ത വാല്യൂ 1ഉം 4ഉം ആണ്. അതിലേറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞ് 1 ആണ്. അപ്പോൾ ആ 1ഉം ഇവിടുത്തെ 2 ആയിട്ട് നമ്മളൊരു എഡ്ജ് കീപ്പ് ചെയ്യണം. ഓക്കെ, സോ ഒന്നും കൂടെ പറയാം. നമുക്കിവിടെ 1 2 3 4 സീക്വൻസിൽ 2 3 ഉണ്ട്. ഇത് രണ്ടും ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. ഇല്ലാത്തത് 1 4 ആണ്. അതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ 1 ആണ്. സോ ആ 1ഉം, അതായത് ഫസ്റ്റ് സീക്വൻസ് എന്നുള്ള 1ഉം സെക്കൻഡ് സീക്വൻസ് എന്നുള്ള ആദ്യത്തെ ആളുമായിട്ട് നമ്മളൊരു എഡ്ജ് അങ്ങ് വരയ്ക്കുക, 1 2. ഓക്കെ, അപ്പോൾ സോ ദ റിമൈനിങ് സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സീക്വൻസ് 2 3 4y, സെക്കൻഡ് സീക്വൻസ് 3y. വീണ്ടും ഇതേ പ്രൊസീജിയർ. ഫസ്റ്റിലും സെക്കൻഡിലും കോമൺ അല്ലാത്തത് 2ഉം 4ഉം ആണ്. അതിലേറ്റവും മിനിമം 2 ആണ്. ആ 2ഉം 2 3 4 3. അപ്പോൾ ഇതിൽ രണ്ടിലും ഇല്ലാത്തത് 2ഉം 4ഉം. അതിൽ 2നെ സെലക്ട് ചെയ്യുക. 2ഉം 3യുമായിട്ട് എഡ്ജ് കീപ്പ് ചെയ്യുക. 2ഉം 3യുമായിട്ട് എഡ്ജ് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർട്ടീസസിനെ റിമൂവ് ചെയ്ത് പോകണം. അതായത് ഫസ്റ്റ് 1 2 3 4 2 3ൽ 1ഉം 2ആയിട്ട് എഡ്ജ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 3യും നമ്മൾ റിമൂവ് ചെയ്തു. അടുത്ത 2ഉം 3യുമായിട്ട് എഡ്ജ് കീപ്പ് ചെയ്ത് 2ഉം 3 റിമൂവ് ചെയ്തു. ബാക്കി റിമൈനിങ് 3 4 മാത്രം. അതായത് രണ്ട് വേർട്ടീസസ് മാത്രം എക്സ്ട്രാ ആയിട്ട് വരും. ആ ഒരു കേസ് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് വേർട്ടീസസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു എഡ്ജ് അങ്ങ് ജോയിൻ ചെയ്യണം. അപ്പോൾ അതായത് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആ ഒരു സീക്വൻസിൽ നിന്ന് നമ്മൾ ട്രീനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ട്രീ കൊടുത്തപ്പോൾ നമുക്ക് 2 3 കിട്ടി. ദെൻ ആ 2 3 എടുത്തപ്പോൾ എഗെയിൻ നമുക്ക് ആ ട്രീ റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. മനസ്സിലായോ? നമ്മൾ ആദ്യമേ ചെയ്യേണ്ടുന്നത്, നമുക്കൊരു സീക്വൻസ് കാണും. ആ സീക്വൻസിലെ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് n-2 ആണ്. ദെൻ ടോട്ടൽ n വാല്യൂസ്, അതായത് 4 വാല്യൂസ് 1 2 3 4 എന്നൊരു സീക്വൻസ് എടുക്കുക. ഈ രണ്ട് സീക്വൻസിലും കോമൺ അല്ലാത്ത വേർട്ടീസസിൽ ഏറ്റവും ലീസ്റ്റ് ആളെ എടുക്കുക. ആ ആളും നമ്മുടെ ബി എന്ന് പറഞ്ഞ സീക്വൻസിലെ ഫസ്റ്റ് വേർട്ടക്സുമായിട്ട് എഡ്ജ് കീപ്പ് ചെയ്യുക. ദെൻ വീണ്ടും ഈ പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പം അടുത്തത് 2 3 4ഉം 3യും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കോമൺ അല്ലാത്തത് 2ഉം 4ഉം ആണ്. അതിൽ ഏറ്റവും ലിയസ്റ്റ് വാല്യൂ 2 ആണ്. ആ 2ഉം നമ്മുടെ ഈ പറഞ്ഞ ബിയിലെ 3യും ആയിട്ടുള്ള എഡ്ജ് കീപ്പ് ചെയ്യുക. സോ 2 3 റിമൈനിങ് ആയിട്ട് വരുന്ന രണ്ട് വേർട്ടീസസ് ആണ് 3 4. ആ 3 4ഉമായിട്ടും എഡ്ജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ here we have to determining the first number in the sequence 1 2 3 4 that does not appear in the sequence b1 b2. b1 b2 ഇല്ലാത്തതും 1 2 3 ഉള്ളതുമായിട്ടുള്ള ഫസ്റ്റ് നമ്പർ എടുക്കുക, അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ എടുക്കുക. ആൻഡ് ദസ് ദ എഡ്ജ് a1 b2 ഈസ് ഡിഫൈൻഡ്. അങ്ങനെ ഒരു എഡ്ജ് അങ്ങ് വരയ്ക്കുക. ഓക്കെ, അതായത് ഫസ്റ്റ് സീക്വൻസ് എന്നുള്ള ആളെ നമ്മൾ a1 ആയിട്ടും എടുക്കും. ദെൻ സെക്കൻഡ് സീക്വൻസിലുള്ള ഫസ്റ്റ് ആൾ b1 a1 b1 വെച്ച് നമുക്ക് ഒരു a1 b1 വെച്ചിട്ടൊരു എഡ്ജ് നമ്മൾ ഡിഫൈൻ ചെയ്യും, a1 b1. Then remove b1 from the sequence and a1 from the sequence. In the remaining sequences also do the same procedure. And this construction is continued till the sequence b1 b2 has no element left. b1 b2 ഒരു എലമെൻസും ഇല്ലാത്തൊരു കേസ് വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് 2 വേർട്ടീസസ് റിമെയിൻസ് ഇൻ ദ ഫസ്റ്റ് സീക്വൻസ് 1 2 3 അപ് ടു n ആർ ജോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ബിയിൽ നിന്ന് എല്ലാ വേർട്ടീസസും പോകുന്നവരെ ചെയ്യുക. റിമൈനിങ് ആയിട്ട് ലാസ്റ്റ് രണ്ട് വേർട്ടീസസ് നമ്മൾ 1 2 3 എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിൽ കാണും. അതിൽ ലെഫ്റ്റ് ആയിട്ടുള്ള രണ്ട് വേർട്ടീസസ് യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു എഡ്ജ് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു വന്നത്, ഫോർ ഈച്ച് ഓഫ് ദി n-2 എലമെൻറ്റ്സ് ഇൻ ദ സീക്വൻസിലുള്ള b1 b2 എന്ന് പറഞ്ഞ ആ സീക്വൻസിലുള്ള ഓരോ എലമെൻറ്റിനെയും പകരം നമുക്ക് വി ക്യാൻ ചൂസ് എനി ഓഫ് ദ n വാല്യൂസ്, ഏത് n വാല്യൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് പറഞ്ഞു വന്നത്, നമുക്ക് n വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 എത്ര വേർട്ടീസസ് ഉണ്ടോ. ഇനി നമ്മുടെ സീക്വൻസിൽ നമ്മൾ 2 3 എടുത്തപ്പോൾ നമുക്ക് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ സീക്വൻസിൻ്റെ പ്ലേസിൽ നമ്മുടെ ഈ n വാല്യൂസിൽ നിന്ന് ഏത് വാല്യൂ വേണമെങ്കിലും ഇടാം. അതായത് 1 2 ഇടാം, 1 1 ഇടാം, 1 3 ഇടാം, 1 4 ഇടാം, 3 4 ഇടാം, അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും ഇടാം. നമ്മളിപ്പോൾ ഇട്ടത് 2 3 ആയിരുന്നു. 2 3 വെച്ച് നമുക്കൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ഏത് രണ്ട് വാല്യൂ ഇട്ടാലും നമുക്ക് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ n വേർട്ടീസസിൽ നിന്ന് ടോട്ടൽ n വേർട്ടീസസ് ഉണ്ടായിരുന്നു 1 2 3 4. ദെൻ സെക്കൻഡ് സീക്വൻസിൽ n-2
വാല്യൂസാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഈ 1 2 3 4 ഏത് വാല്യൂ വേണമെങ്കിലും ഇടാം. അപ്പോൾ നമുക്കൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 4 വാല്യൂസ് ഉണ്ട്. 4 വാല്യൂസിൽ നിന്ന് 2 വാല്യൂസ് എടുക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 2 വാല്യൂസ് എന്ന് പറയുന്നത് n⁻n−2 ആയിരിക്കും. ഓക്കെ, ഔട്ട് ഓഫ് n വാല്യൂസ് n-2 എലമെൻറ്റ്സ് ഉള്ളൊരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് n=4 വാല്യൂസ് ഉണ്ടായിരുന്നു. n-2 2 വാല്യൂസാണ്. അപ്പോൾ നമ്മൾ 2 വാല്യൂസ് ഉള്ളൊരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഓരോ സീക്വൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടൽ n വേർട്ടീസസ് ആണോ ഉണ്ടെങ്കിൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന സീക്വൻസ്, ദാറ്റ് ഈസ് 1 2 3 4 എന്ന് പറയുന്ന മെയിൻ സീക്വൻസ്, ദെൻ അതിൽ നിന്ന് നമ്മൾ n വേർട്ടീസസ് ഉള്ള n-2 വേർട്ടീസസ് ഉള്ള സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രീ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 പൊസിഷനിലോട്ട് വരാവുന്ന നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് n×n-2 ആയിരിക്കും. അതാണ് നമ്മുടെ തിയറം. ഓക്കെ, സോ for each of the n-2 elements in the sequence b1 b2 up to bn-2 we can choose any one of the n numbers. അതായത് 1 2 3 4 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് b1 b2 എന്ന സീക്വൻസിലോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദസ് ഫോമിങ് n⁻n−2 ലേബിൾഡ് ട്രീസ്. അങ്ങനെ ടോട്ടൽ n⁻n−2 ലേബിൾഡ് ട്രീസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ഒരു ട്രീ കിട്ടുക, ആ ട്രീയിലെ വേർട്ടീസസിനെ 1 2 3 4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ അതിലെ പെൻഡൻറ്റ് വേർട്ടീസസ് 1 by 1 ആയിട്ട് റിമൂവ് ചെയ്യുക. പെൻഡൻറ്റ് വേർട്ടീസ് റിമൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് എലോങ് ആയിട്ടുള്ള എഡ്ജ് മൂവ് ആവും. സോ ആ പെൻഡൻറ്റ് വേർട്ടീസസിനെ A1 ആയിട്ടും ആ എഡ്ജിൻ്റെ അതർ എൻഡ് വേർട്ടക്സിനെ നമ്മൾ B1 ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പെൻഡൻറ്റ് വേർട്ടക്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പെൻഡൻറ്റ് വേർട്ടക്സ് എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം അണ്ടിൽ ഒരു എഡ്ജ് മാത്രം അല്ലെങ്കിൽ 2 വേർട്ടീസസ് മാത്രം ലെഫ്റ്റ് ആവുന്ന കേസ് വരെ. ഓക്കെ, ദെൻ ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ ആ b1 b2 എന്ന് പറഞ്ഞ സീക്വൻസിൽ ടോട്ടൽ n-2 എലമെൻറ്റ്സ് ആയിരിക്കും ഉള്ളത്. ആ n-2 എലമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ട്രീനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ നമ്മൾ n-2 പൊസിഷനിലോട്ട് ആ n വേർട്ടീസസിൽ നിന്ന് വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് n×n-2 ആണ്. അപ്പോൾ അത്രയും വാല്യൂസ് നമ്മൾ എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ട്രീയും കൂടെ റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ലേബിൾഡ് ട്രീസ് വിത്ത് n വേർട്ടീസസ് വിൽ ബി n⁻n-2. ഓക്കെ, താങ്ക് യു.